നിസ്കരിക്കാൻ പറ്റിയ ബാക്കി പിന്നെ എന്തായാലും നിസ്കരിച്ചോളൂല്ലോ. സുബഹിയല്ലേ ഭയങ്കര പാട് നിസ്കരിക്കാനായിട്ട്. അപ്പോൾ ആ സുബഹ നിസ്കാരം ഒരു മനുഷ്യൻ കലാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അകാരണമായിട്ട് കലായി പോകുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ടോയ്ലറ്റാണ്, അവിടെ സമാധാനമില്ല, അവിടെ പിന്നെ ഒരു സുരക്ഷിതത്വവും അവനില്ല എന്ന് പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ദിക്റുണ്ട്. സുബഹ നിസ്കരിച്ചവർക്ക് ഇത് ചൊല്ലാൻ പറ്റുള്ളൂ. സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ സംസാരങ്ങളൊന്നുമില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷം എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇല്ലേ? 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നമ്മളെങ്ങനെയാണ് സുബഹി നിസ്കാരമായിട്ടിരിക്കുന്നത്? ഇനി പ്രായമുള്ള കാല് വയ്യാത്ത ആളുകൾക്കൊക്കെ മാറിയിരിക്കാം കാരണമൊന്നുമില്ലെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ വേറെ സംസാരങ്ങളൊന്നും നടത്തുന്നതിന് മുൻപ് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു ദിക്ർ 10 തവണ അവൻ പറയുകയാണെങ്കിൽ അവൻ്റെ 10 പാപങ്ങൾ അള്ള പൊറുക്കും, 10 നന്മകൾ അള്ള അവന് കൊടുക്കും, 10 സ്ഥാനങ്ങൾ അള്ളാഹുവിങ്കൽ അവൻ ഉയർത്തും. മാത്രമല്ല അന്നത്തെ ദിവസം അവൻ വെറുക്കുന്ന, അവൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും അള്ളാഹു സംഭവിപ്പിക്കില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് വൈകുന്നേരം വരെ, രാവിലെ ഇത് ചൊല്ലിയല്ലവൻ, വൈകുന്നേരം വരെ വല്ലാത്തൊരു കാവൽ അവനും കുടുംബത്തിനും അവൻ്റെ വീടിനൊക്കെ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദിക്ർ? നമുക്കൊക്കെ പരിചയമുണ്ടല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. ചില റിപ്പോർട്ടിൽ യുഹീ വ യുമീത്തു എന്നുണ്ട്, ചിലയിടത്ത് യുഹീ വ യുമീത്തു ഇല്ലാതെയുണ്ട്. അപ്പോൾ നമുക്ക് യുഹീ വ യുമീത്ത് ചേർക്കാമല്ലോ, വളരെ നല്ലതല്ലേ? ചേർത്തും ഇല്ലാതെ എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ യുഹീ വ യുമീത്ത് ചേർത്തെന്ന് ഓതിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വ യുമീത്തു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.